ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ എൻ്റയർ പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പ് ഫേം തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു സിനാരിയോനെയാണ് നമ്മൾ എന്ത് പറയുക ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയാം. ഇപ്പോൾ അഡ്മിഷൻ നമ്മൾ പറഞ്ഞു ABC ഉണ്ടായിരുന്നു, ഒരാളും കൂടെ വരിക. റിട്ടയർമെൻറ്റ് നമ്മൾ ABC പറഞ്ഞു, അതിന് എന്ത് ചെയ്തു C ഇറങ്ങിപ്പോയി. ഡെത്ത് പറഞ്ഞാൽ ABC ചെയ്യുന്നു, അതിന് C എന്ത് ചെയ്തു ഡെഡായി പോയി. പക്ഷേ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ആണെങ്കിലും ഡെത്ത് ആണെങ്കിലും റിട്ടയർമെൻറ്റ് ആണെങ്കിലും ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് അഥവാ ആ ഫേം അവിടെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതിലെ വ്യക്തികൾ മാത്രമേ മാറാറുള്ളൂ അല്ലേ. അതിന് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയും. അഡ്മിഷൻ, ഡെത്ത്, റിട്ടയർമെൻറ്റ്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഇതിനൊക്കെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേംസ് എന്നാണ് നമ്മൾ പറയാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ഒരു ഫേം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാവുന്ന സിനാരിയോനെ പറയുന്ന പേരാണ് എന്ത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം ഇതുവരെ ഉണ്ട്, പക്ഷെ നാളെ ഇല്ല. അപ്പോൾ ആ സിനാരിയോനെ പറഞ്ഞ പേരാണ് എന്ത് പാർട്ട്ണർഷിപ്പ് ഫേം, എന്താ പറയുക ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLP. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഈ പറഞ്ഞ അക്കൗണ്ടിങ് തന്നെയാണ് LLPക്ക് അപ്ലിക്കബിൾ ആവും കേട്ടോ. അപ്പോൾ LLPൻ്റെ അക്കൗണ്ട്സ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയരുത്. പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്സ് തന്നെയാണ് ആരെ അക്കൗണ്ട്സും LLPൻ്റെ അക്കൗണ്ട്സും. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തറോലി. പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്സ് തന്നെയാണ് LLPൻ്റെ അക്കൗണ്ട്സും. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡിസോൾവ് ചെയ്യുക? ഡിസൊല്യൂഷൻ ഈസ് എ സിമ്പിൾ പ്രോസസ് ബേസ്ഡ് ഓൺ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ്സിനൊക്കെ റിയലൈസ് ചെയ്യണം. റിയലൈസ് പറഞ്ഞാൽ സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അസറ്റ്സിൻ്റെ ഒക്കെ റിയലൈസബിൾ വാല്യൂ, ഫെയർ വാല്യൂ, മാർക്കറ്റ് വാല്യൂ ആണ് കിട്ടുക അതോ ബുക്ക് വാല്യൂ ആണ് കിട്ടുക? അസറ്റ്സ് ഒക്കെ സെല്ല് ചെയ്യുമ്പോൾ അസറ്റ്സിൻ്റെ ഒക്കെ മാർക്കറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബുക്ക് വാല്യൂ ആണ് കിട്ടുക? മാർക്കറ്റ് വാല്യൂ. ബുക്ക് വാല്യൂ കിട്ടണമെന്നില്ല അല്ലേ, മാർക്കറ്റ് വാല്യൂ കിട്ടും. മാർക്കറ്റ് വാല്യൂ ഈ പൈസ വെച്ചിട്ട് ഈ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലാബിലിറ്റീസ് സെറ്റിൽ ചെയ്യും. ഈ ലാബിലിറ്റീസ് സെറ്റിൽ ചെയ്യുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്. ഏത് ലാബിലിറ്റിയാണ് നമ്മൾ ആദ്യം സെറ്റിൽ ചെയ്യുക? ഔട്ട്സൈഡ് ലാബിലിറ്റിയാ ഇൻസൈഡ് ലാബിലിറ്റിയാ? ഔട്ട്സൈഡ് ലാബിലിറ്റി. ക്യാൻ യു ഗിവ് മി ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇൻസൈഡ് ലാബിലിറ്റി ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം? ഇൻസൈഡ് ലാബിലിറ്റി ഫ്രം പാർട്ട്ണർ, അതിന് എക്സാമ്പിളാണ് ലോൺ ഫ്രം പാർട്ട്ണർ. ലോൺ ഫ്രം പാർട്ട്ണർ. ഇൻസൈഡ് ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ എക്സാമ്പിളാണ് ലോൺ ഫ്രം പാർട്ട്ണർ. അപ്പോൾ ആദ്യം എക്സ്റ്റേണൽ ലാബിലിറ്റീസ് നമ്മൾ സെറ്റിൽ ചെയ്യുക. ആദ്യം എക്സ്റ്റേണൽ ലാബിലിറ്റീസ് സെറ്റിൽ ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ നമ്മൾ ആദ്യം ഇന്റേണൽ ലാബിലിറ്റി സെറ്റിൽ ചെയ്യുക. ഇന്റേണൽ ലാബിലിറ്റി സെറ്റിൽ ചെയ്തതിന് ശേഷം പിന്നെ ആർക്ക് കൊടുക്കുക? പാർട്ട്നേഴ്സിന് കൊടുക്കുക. ആർക്ക് കൊടുക്കുക? പാർട്ട്നേഴ്സിന് കൊടുക്കുക. ഇതാണ് ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താ അറിയോ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. അപ്പോൾ ഡിസൊല്യൂഷൻ എന്തൊക്കെയാണ് സംഭവിക്കുക? അസറ്റ്സ് സെല്ല് ചെയ്യും. കിട്ടിയ പൈസ കൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ലാബിലിറ്റി സെറ്റിൽ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് സെറ്റിൽ ചെയ്യും? ഇന്റേണൽ ലാബിലിറ്റി സെറ്റിൽ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇന്റേണൽ ലാബിലിറ്റി സെറ്റിൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൊടുക്കും. ഇതല്ലെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം, ആദ്യമേ റിയലൈസേഷൻ കഴിഞ്ഞിട്ടേ ലാബിലിറ്റി സെറ്റിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്താ അറിയോ? റിയലൈസേഷൻ എക്സ്പെൻസ്. അപ്പോൾ അസറ്റൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വല്ല ഓപ്ഷനോ അല്ലെങ്കിൽ വേറെ വല്ല രീതിയിലൊക്കെ അസറ്റ്സൊക്കെ റിയലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എമൗണ്ട് ചിലവായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റിയലൈസേഷൻ എക്സ്പെൻസ്. ഈ റിയലൈസേഷൻ എക്സ്പെൻസ് വല്ലതും ഉണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ എക്സ്പെൻസ് വല്ലതും ഉണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മീറ്റ് ചെയ്യണം. റിയലൈസേഷൻ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യണം. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് അസറ്റ്സ് ഉണ്ട് 100. അസറ്റ്സ് ഉണ്ട് എത്ര? 100. അത് നമ്മൾ 120 സെല്ല് ചെയ്തപ്പോൾ നമ്മൾ 120 റിയലൈസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് ലോൺ ഉണ്ട് 50. അത് കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 45 നമുക്ക് കിട്ടിയത്. 45 നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് കേസ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന റിയലൈസേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? അസറ്റ് 100 ഉണ്ട്, അത് 120 സെല്ല് ചെയ്തത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ യു ഹാവ് ടു ഓപ്പൺ ആൻ അക്കൗണ്ട് ടു ക്ലോസ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അസറ്റും ലാബിലിറ്റി ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കണം. ഈ അക്കൗണ്ടിനെ പറയുന്ന പേരാണ് എന്തറിയോ? റിയലൈസേഷൻ അക്കൗണ്ട്. എന്താ പറയുക? റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഡിസൊല്യൂഷനിൽ പറയുന്നത് ശ്രദ്ധിച്ച്, ഡിസൊല്യൂഷനിൽ നമ്മൾ ഓപ്പൺ ആക്കുക റീവാലുവേഷൻ അക്കൗണ്ട് അല്ല. ഏത് അക്കൗണ്ട് ഓപ്പൺ ആക്കുക? ഏത് അക്കൗണ്ട് ഓപ്പൺ ആക്കുക? റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. ഡിസൊല്യൂഷനിൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അഡ്മിഷൻ, ഡെത്ത്, റിട്ടയർമെൻറ്റ് ഇവിടെയൊക്കെ നമ്മൾ ഓപ്പൺ ആക്കുക ഏത് അക്കൗണ്ടാണ്? റീവാലുവേഷൻ അക്കൗണ്ടാണ്. അഡ്മിഷൻ ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, റിട്ടയർമെൻറ്റ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നമ്മൾ ഓപ്പൺ ആക്കുക റീവാലുവേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുക അറിയോ? അസറ്റ്സുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. എന്തിനാണ് ഈ അസറ്റുകളെ റിയലൈസേഷൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അസറ്റുകളെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായിരിക്കും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു നോക്കിയേ. അസറ്റുകളെ റിയലൈസേഷൻ അക്കൗണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അസറ്റുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യണം, റിയലൈസേഷന് ഡെബിറ്റ് ചെയ്യണം. സോ ദ എൻട്രി വുഡ് ബി റിയലൈസേഷൻ അക്കൗണ്ട് ടു അസറ്റ്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ 10 അസറ്റ് ഉണ്ട്. 10 അസറ്റും ഇൻഡിവിജ്വലി ക്ലോസ് ചെയ്യണോ അതോ ടോട്ടൽ അസറ്റ് ആണ് ക്ലോസ് ചെയ്താൽ മതിയോ? ഇൻഡിവിജ്വലി. കാരണം 10 അസറ്റുകൾക്ക് 10 അക്കൗണ്ട് ഇല്ലേ? 10 അസറ്റുകൾക്ക് 10 അക്കൗണ്ട് ഇല്ലേ? അപ്പോൾ ഇൻഡിവിജ്വലി ക്ലോസ് ചെയ്താലാണോ ടോട്ടൽ ക്ലോസ് ചെയ്താലാണോ ക്ലോസ് ആയി പോവുക? ഇൻഡിവിജ്വലി ക്ലോസ് ചെയ്താൽ. ഇനിയിപ്പോൾ അസറ്റിൻ്റെ ബുക്ക് വാല്യൂ 100 പക്ഷേ അതിൻ്റെ സെയിൽ എമൗണ്ട് 120 റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ഏത് വാല്യൂലായിരിക്കും പറഞ്ഞത്? ബുക്ക് വാല്യൂലായിരിക്കുമോ കോസ്റ്റിലായിരിക്കുമോ?
ബുക്ക് വാല്യൂലായിരിക്കോ കോസ്റ്റിലായിരിക്കോ അതോ ഫെയർ വാല്യൂലാണോ ഫെയർ വാല്യൂ മാർക്കറ്റ് വാല്യൂലാണോ 100ൻ്റെ അസറ്റാണ് അത് വിറ്റാൽ 120 കിട്ടും ഐ എം ഗോയിങ് ടു ഗെറ്റ് 120 ഔട്ട് ഓഫ് ഇറ്റ് അപ്പോൾ ഞാൻ അതിനെ ക്ലോസ് ചെയ്യേണ്ടത് 100ലാണോ 120ലാണോ 100ലാണോ 120ലാണോ 100ൽ കാരണം അസറ്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഏതിലാണ് ബുക്ക് വാല്യൂല് അപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ഏത് തന്നെ എഴുതണം ബുക്ക് വാല്യൂ തന്നെ എഴുതണം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തു കുഴപ്പമില്ലല്ലോ ഇനി അടുത്ത ലാബിലിറ്റി ഏതാ പറഞ്ഞേ ലാബിലിറ്റി ഏതല്ലേ ബാങ്ക് ലോൺ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ ചെയ്യണം എൻട്രി പറഞ്ഞേ ബാങ്ക് ലോണിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യണം ബാങ്ക് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ സെറ്റാണല്ലോ അപ്പോൾ ആ സെറ്റുകളെ ക്ലോസ് ചെയ്തു ലാബിലിറ്റിനെ ക്ലോസ് ചെയ്തു ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ എഴുതണ്ടേ പറ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം ക്രെഡിറ്റ് സൈഡിൽ എഴുതാം റിസർവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിന് റിസർവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമ്മുടെ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് പോലത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ലോൺ അക്കൗണ്ട് ഒക്കെ പോലത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക ചെയ്യുക പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് റിയലൈസേഷനിക്ക് ക്ലോസ് ചെയ്യരുത് വൈ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് റിയലൈസേഷനിക്ക് ക്ലോസ് ചെയ്യരുത് വൈ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് റിയലൈസേഷനിക്ക് ക്ലോസ് ചെയ്യരുത് എന്തുകൊണ്ട് അത് ഇൻറ്റേർണൽ ലയബിലിറ്റിയാണ് അപ്പോൾ അത് ബാക്കി ക്രെഡിറ്റേഴ്സ് ലോണൊക്കെ ക്ലോസ് ചെയ്യുന്ന പോലെ റിയലൈസേഷൻ അക്കൗണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് ഇൻറ്റേർണൽ ലയബിലിറ്റിയാണ് ദാറ്റ്സ് എൻ ഇൻറ്റേർണൽ ലയബിലിറ്റി അപ്പോൾ ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഈ റിയലൈസേഷനിൽ എനിക്ക് ഗെയിൻ ആണോ ലോസ് ആണോ ഈ റിയലൈസേഷനിൽ എനിക്ക് ഗെയിൻ ആണോ ലോസ് ആണോ അല്ലെങ്കിൽ ഈ ഡെസൊല്യൂഷൻ നടന്നതിൽ എനിക്ക് ഗെയിൻ ആണോ ലോസ് ആണോ പറഞ്ഞേ ഈ ഡിസൊല്യൂഷൻ നടന്നതിൽ ഡിഡ് ഐ ഗെറ്റ് ഗെയിൻ ഓർ ലോസ് പറഞ്ഞേ ഈ ഡിസൊല്യൂഷൻ നടന്നതിൽ എനിക്ക് ഗെയിനാ ലോസാ ഗെയിൻ കാരണം 100ൻ്റെ അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ 120 കിട്ടി അപ്പോൾ എനിക്ക് എത്ര ഗെയിൻ ഉണ്ട് ഇവിടെ 20 അതുപോലെ 15ൻ്റെ ലാബിലിറ്റി സെറ്റിൽ ചെയ്ത 45ന് അപ്പോൾ എത്ര ഗെയിൻ ഉണ്ട് 5 അപ്പോൾ 5 അല്ലേ 5 അപ്പോൾ ടോട്ടൽ എൻ്റെ ഗെയിൻ എത്ര വരിക 25 ഓക്കെ അപ്പോൾ നമ്മളെ ഈ അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ എന്താ ചെയ്യാനുണ്ട് പറ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അല്ല അസറ്റ് ഇപ്പോൾ കിടക്കുന്ന റിയലൈസേഷൻ ഡെബിറ്റ് അപ്പോൾ എന്താ എൻട്രി പാസ് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ 120 ഇനി ലാബിലിറ്റി ഇവിടെ ക്രെഡിറ്റ് സൈഡ് കിടക്കുന്നുണ്ട് ഈ ലാബിലിറ്റി സെറ്റിൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻട്രി പറഞ്ഞു നോക്കിയേ ലാബിലിറ്റി അക്കൗണ്ട് അല്ല ലാബിലിറ്റി റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് അപ്പോൾ എൻട്രി പറ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ശരിയല്ലേ നിങ്ങൾ ബാലൻസ് ചെയ്ത് നോക്കിയാൽ 50 120 എന്ന് പറഞ്ഞാൽ 170 170 145 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക 25 അല്ലേ 25 അല്ലേ ഇത് റിയലൈസേഷൻ പ്രോഫിറ്റ് ആണോ റിയലൈസേഷൻ ലോസ് ആണോ റിയലൈസേഷൻ പ്രോഫിറ്റ് ഇത് ആർക്കാണ് കൊടുക്കുക പാർട്ട്നേഴ്സിന് ഏത് റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഏത് റേഷ്യോയിൽ കൊടുക്കുക പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ അപ്പോൾ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ കൊടുക്കുമ്പോൾ എന്തായിരിക്കും എൻട്രി പറഞ്ഞു നോക്കിയേ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും എൻട്രി എന്ന് പറഞ്ഞു നോക്കിയേ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ ഏത് റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിനെ എന്ത് ചെയ്യും നമ്മൾ സെറ്റിൽ ചെയ്യും ദിസ് ഈസ് എ സിമ്പിൾ എക്സാമ്പിൾ ഫോർ വാട്ട് ഇത് റിയലൈസേഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം അസറ്റുകളെ ട്രാൻസ്ഫർ ചെയ്തു അസറ്റുകളെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ബുക്ക് വാല്യൂല് അസറ്റുകളെ ബുക്ക് വാല്യൂല് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി എന്ന് പറഞ്ഞു നോക്കിയേ അസറ്റുകളെ നമ്മൾ ബുക്ക് വാല്യൂല് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി പറഞ്ഞത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അതുപോലെ തന്നെ ജനറൽ റിസർവിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി പറഞ്ഞത് ജനറൽ റിസർവിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അതുപോലെ തന്നെ നമ്മുടെ ലാബിലിറ്റിനെ റിയലൈസിംഗ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ എൻട്രി ലാബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ ഈ അസറ്റ് വിൽക്കുമ്പോൾ എന്താ എൻട്രി ബാങ്ക് പറഞ്ഞ അസറ്റ് കൂടി ടു റിയലൈസേഷൻ കാരണം ഇപ്പോൾ അസറ്റുകൾ റിയലൈസേഷൻ ഡെബിറ്റ് സൈഡിലുള്ളത് അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എൻട്രി ഷുഡ് ബി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഏതാടാ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ ഓക്കെ ആണോ കിട്ടിയോ ഓക്കെ ആണോ ഇനി അതേപോലെ തന്നെ ലാബിലിറ്റി സെറ്റിൽ ചെയ്യുമ്പോഴോ ടു ബാങ്ക് ഡെബിറ്റ് ആർക്ക് കൊടുക്കുക റിയലൈസേഷന് ഓക്കെ ആണോ യെസ് ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഹാവ് എ ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ 1 നോക്കിയേ എക്സാമ്പിൾ 1 നോക്കിയേ ഐ ഡൗട്ടഡ് വെദർ യു ഹാവ് എനി ഡൗട്ട് നോക്ക് നീ വായിച്ചേ ഇതില്ലേ ലുക്ക് നോൺ കറണ്ട് അസറ്റ് ഉണ്ട് ക്യാഷ് ഉണ്ട് അതുപോലെ ഏതൊക്കെ ഉണ്ട് ക്യാഷ് ഉണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ ഉണ്ട് എയും ബിയും ഇതും അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യണ്ടേ പറ ആദ്യം
ലാബിലിറ്റി വിൽക്കല്ല, അസറ്റ്സിനും ലാബിലിറ്റിനും ബുക്ക് വാല്യൂവിൽ റിയലൈസേഷനിക്ക് മാറ്റുക. റിയലൈസേഷനിക്ക് മാറ്റുമ്പോഴേ ഒരു അസറ്റ് നിങ്ങൾ മാറ്റാൻ പാടില്ല. ആരറിയോ? ക്യാഷ് ഇത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതി, കുഴപ്പമില്ലല്ലോ. നോൺ കറണ്ട് അസറ്റിനെ കൊണ്ടുപോയി എൻട്രി പറ. നോൺ കറണ്ട് അസറ്റിനെ കൊണ്ടുപോകുമ്പോൾ എന്താ എൻട്രി പറ? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റഡ് ടു നോൺ കറണ്ട് അസറ്റ്. ഇനി കറണ്ട് ലാബിലിറ്റിനെ കൊണ്ടുപോയി എന്ത് എൻട്രി പറ? കറണ്ട് ലാബിലിറ്റി ടു റിയലൈസേഷൻ. സൂപ്പർ. ഇനി അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ 120 കിട്ടി. അപ്പോൾ എന്താ എൻട്രി? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ. ഇതാ ബാങ്കിൽ ഡെബിറ്റ്, റിയലൈസേഷൻ ക്രെഡിറ്റ്. കറണ്ട് ലാബിലിറ്റി 8 രൂപയ്ക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ എന്താ എൻട്രി? ടു ബാങ്ക്. ഡെബിറ്റ് ആർക്ക് കൊടുക്കുക? റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ ടു ബാങ്ക്. ദ ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്തു. എടാ ഓക്കെ അല്ലേ? റിയലൈസേഷൻ എക്സ്പെൻസ് ടു. എടാ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി ഫോർ റിയലൈസേഷൻ എക്സ്പെൻസ് ടു? ബാങ്കിൽ നിന്ന് പോയി. ഇതൊരു ലോസ് പോലെ അല്ലേ? അപ്പോൾ ലോസ് ഓർ ഗെയിൻ അറൈസിങ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഷുഡ് ബി ഡെബിറ്റഡ് ടു ഏത് അക്കൗണ്ട്? റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ എൻട്രി എന്താ വരിക പറഞ്ഞു നോക്കിയേ? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക്. ഓക്കെ. അപ്പോൾ റിയലൈസേഷന് ഇവിടെ ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, റിയലൈസേഷന് ഡെബിറ്റ് ചെയ്യുക. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാ അസറ്റ്സും ലാബിലിറ്റിയും നമ്മൾ റിയലൈസ് ചെയ്തല്ലോ. അപ്പോൾ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ 130 110 പോയാൽ 20 നമ്മൾ എക്കും ബിക്കും കൊടുക്കുക. ഏത് റേഷ്യോയിൽ? 1:3. അപ്പോൾ എക്കും ബിക്കും എത്ര വരിക? 5:15 അല്ലെങ്കിൽ 5ഉം 15ഉം. അപ്പോൾ റിയലൈസേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞേടാ എന്തായിരിക്കും ജേണൽ? റിയലൈസേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റിയലൈസേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻട്രി പറ? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇതാ ഗുണം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് വരിക? ക്രെഡിറ്റ് സൈഡിൽ. കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ പറയട്ടെ ഡാ ലിസൺ. ഇനി ഞാൻ പറയട്ടെ, ഇവർക്ക് നമ്മൾ പൈസ കൊടുത്തു. ഇവർക്ക് അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ എക്ക് ഏത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ്. എന്താണ് എക്ക് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ അതിനോട് മീൻ ചെയ്യുന്നത് എന്താ? നമ്മുടെ ഫേം എക്ക് പൈസ കൊടുക്കാനുണ്ടെന്നാണോ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുണ്ടെന്നാണോ? എക്ക് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ ഫേം എക്ക് കൊടുക്കാനുണ്ട്. ബിക്ക് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാലോ? എടാ ബിക്ക് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാലോ? ബിക്ക് ഫേം പൈസ കൊടുക്കാനുണ്ട്, ബിക്ക് ഫേം പൈസ കൊടുക്കാനുണ്ട് അല്ലേ? എടാ ഇതായിരിക്കും മീനിങ് വരിക. അപ്പോൾ എന്താണ്? എക്ക് പൈസ കൊടുക്കുമ്പോൾ എന്താ എൻട്രി പറഞ്ഞു നോക്കിയേ? എൻ്റെ ക്യാപിറ്റൽ കുറയും, ബാങ്കിൽ നിന്ന് പൈസ കുറയും. എൻട്രി പറ? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അല്ലേ? ബിക്ക് പൈസ കൊടുക്കുമ്പോഴോ? ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാങ്ക് അക്കൗണ്ട് എന്താവും? ടാലി ആവും ചെയ്യും. ഈ റിയലൈസേഷൻ നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നാൽ എത്ര? 20 അല്ലേ? ഈ 20 വന്നാൽ എങ്ങനെ അറിയോ? ഈ 100ൻ്റെ സാധനം 120 വിറ്റേ. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് എത്ര? 20. സൂപ്പർ. ഈ ലാബിലിറ്റി 10 8 സെറ്റിൽ ചെയ്തേ. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് എത്ര? 2. അപ്പോൾ എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എത്ര? 22. പക്ഷേ നീ റിയലൈസേഷൻ എക്സ്പെൻസ് ഒരു 2 ചിലവാക്കിയില്ലേ. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് എത്ര? 20. കത്തിയോ? ഓക്കെ. വൺ മോർ സിമ്പിൾ ടെക്നിക്ക് ഡാ. ഇവർക്ക് ഇപ്പോൾ കൊടുക്കാനുള്ള പൈസ എത്ര? 50, 100, 150. പക്ഷേ ഓൾക്ക് കൊടുത്ത പൈസ എത്ര? ഓൾക്ക് ടോട്ടൽ കൊടുത്ത പൈസ എത്ര? 115, 55, 170 അല്ലേ? ആണോ? 170. എങ്ങനെയാണ് 170 കൊടുത്തറിയോ? ഇവർക്ക് റിയലൈസേഷൻ നടക്കുന്നതിന് മുന്നേ ഇവർക്ക് 150 കൊടുക്കാണ്ട്. റിയലൈസേഷൻ നടന്നപ്പോൾ ഒരു 20 ലാഭമായി. അപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള പൈസ 150 + 20 170 അല്ലേ? റിയലൈസേഷൻ പ്രോസസ്സിൽ ഒരു 20 ലാഭം വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഇവർക്ക് കൊടുക്കാനുള്ള പൈസ പറഞ്ഞാൽ എത്രയാണ്? 150 അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന പൈസ പറഞ്ഞാൽ 150 + 20 170 ആയിരിക്കും. നേരെ മറിച്ച് 20 റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ എത്ര അവർക്ക് കൊടുക്കുക? 150 - 20 130 ആയിരിക്കും. ഏയ് ഡിഡ് യു ഗെറ്റ് ദ ക്ലാരിറ്റി? ഏടാ അതൊക്കെയാണോ? ചോദിക്ക്. പറ്റൂല. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വേണ്ട. ഓക്കെയാണോ? ഓക്കെയാണോ? അടുത്തൊരു എക്സാമ്പിൾ ഇത് പൊടി പാറും. എക്സാമ്പിൾ 2 ആയിക്ക്. ഇനി യെല്ലോ കോളം എക്സാമ്പിൾ 2. ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്തോ. എക്സാമ്പിൾ 2 നിങ്ങൾ ചെയ്തോ. ക്വസ്റ്റ്യൻ ആയതൊന്നും വേണ്ട, അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അല്ല ചെയ്യ് ഒരു 5 മിനിറ്റ് സമയം തരാം നിങ്ങൾക്ക്.